ഹലോ, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉദയ. ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ്. ഞാൻ വിജില ടീച്ചറുടെ ക്ലാസ്സിൽ ഒരു 5, 6 മാസമായിട്ട് ടീച്ചറുടെ ക്ലാസ്സിലുണ്ട്. ആദ്യം ഞാൻ ലൈവ് ക്ലാസ്സിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ക്ലാസ്സാണ് ചെയ്യണത്. ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഞാൻ 6 മണി തൊട്ടിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സിലാണ് കയറല്. ടീച്ചറെ കണ്ടിട്ടും ഞാൻ കാണലുണ്ട്. പക്ഷേ ടീച്ചർ എന്നെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവും. ഞാൻ ലൈവിൽ അങ്ങനെ വരാത്തതുകൊണ്ടേ. പിന്നെ ടീച്ചറെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണ അന്ന് തൊട്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് യാദൃശ്ചികമായിട്ട് എൻ്റെ ഫോണിലേക്ക് വന്നതാണ് ടീച്ചറെ ഗ്രൂപ്പ്. അങ്ങനെ ഞാൻ ടീച്ചർക്ക് വിളിച്ചു പരിചയപ്പെട്ടു. അങ്ങനെ ഇതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അന്ന് മുതൽ യോഗ ചെയ്യൽ തുടങ്ങി. കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അങ്ങനെ ഇതൊന്ന് മാറി നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ചെയ്യണുണ്ട്. പിന്നെ ഫേസ് യോഗയും ചെയ്യലുണ്ട്. എനിക്ക് 53 വയസ്സായി. ഞാൻ മരുമക്കളും പേരക്കുട്ടികളും അച്ചമ്മയൊക്കെയാണ്. പിന്നെ പക്ഷേ എനിക്ക് ടീച്ചർ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ ഇങ്ങനെ യോഗയൊക്കെ ചെയ്യണതിൻ്റെ മുന്നേയൊക്കെ എനിക്കൊരു 50 വയസ്സൊക്കെ ആയപ്പോൾ ഇങ്ങനെ ടീച്ചർ എപ്പോഴും നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരലില്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അങ്ങനത്തെ ജീവിതം തന്നെയായിരുന്നു. അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടിയിട്ടുള്ള ആ ഒരു ജീവിതമായിരുന്നു. പിന്നെ ടീച്ചറെ ഇടയ്ക്ക് ഉള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതും യോഗയും ഒക്കെ കൂടിയായിട്ട് ഞാൻ ഇപ്പം ഹാപ്പിയാണ്. ഒരുപാട് ഞാൻ പ്രഷറിനൊക്കെ ഗുളിക കഴിച്ചിരുന്ന ആളാണ്. യോഗ ചെയ്തതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ആ മരുന്ന് പ്രഷറിൻ്റെ ഗുളിക നിർത്തി. പിന്നെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും നോർമലാണ് ആവൽ. പിന്നെ മുട്ടുവേദന ഉണ്ടായിരുന്നു. ഞാൻ മുകളിലേക്ക് വീടിൻ്റെ മുകളിലേക്കൊന്നും അങ്ങനെ കയറലില്ലായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്ക് നല്ല മുട്ടുവേദന ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് തോന്നലില്ല. പിന്നെ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത് ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പോൾ എന്നോട് എൻ്റെ അടുത്ത കുറേ കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചോദിച്ചു ഞാൻ. ഒരുപാട് മാറ്റം വരിക പറഞ്ഞാൽ ചെറുപ്പമായി വരികയാണല്ലോ, എന്തെങ്കിലും ചെയ്യണുണ്ടോ, അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴേക്ക് ഓർമ്മ വന്നത് ടീച്ചറെയാണ്. കാരണം ടീച്ചർ എപ്പോഴും പറയലുണ്ട്, ഫേസ് യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ പുറത്ത് പോകുമ്പോൾ ചോദിക്കും ആളുകൾ നിങ്ങളോട്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പം എനിക്ക് ടീച്ചറെ ഓർമ്മ വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ടീച്ചറെ കിട്ടിയിട്ടുണ്ട്, ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറൊന്നും ചെയ്യണില്ല. പിന്നെ ഒരു ബ്യൂട്ടീഷ്യനോ അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് വരാനുള്ള ഇതില്ലല്ലോ. പിന്നെ ഇപ്പോഴും ഒരു സന്തോഷം. ഞാൻ ഡാൻസൊക്കെ കളിക്കലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ ടീച്ചർക്ക് വിളിക്കാതായത്. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു കാലുവേദനയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേദനയോ അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എല്ലാം ചെയ്യാനൊരു ഇഷ്ടവും ഒരു സന്തോഷവും. പിന്നെ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും വേദനിക്കണ കാര്യങ്ങൾ ഓർക്കുക അങ്ങനെയൊന്നും അതിനൊന്നും ഇപ്പോൾ ടൈം ഉണ്ടാവലില്ല. പിന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ പുറം വേദന ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താണെന്നറിയാൻ കയ്യിനൊക്കെ ഇങ്ങനെ ഒരു വേദന വന്നപ്പോഴേ ഇനി ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയണത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ എല്ലിന് ചെറിയൊരു തേയ്മാനത്തിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിന് ഒരാഴ്ചത്തെ ഫിസിയോതെറാപ്പി അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഡോക്ടർ എന്നോട് കഴുത്തിങ്ങനെ പൊന്തിക്കുകയും ബാക്കിലേക്ക് ആക്കുകയും ഫ്രണ്ടിലേക്ക് ആക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണില്ലേ, സൈഡിലേക്ക് ആക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്നുണ്ട് ഡോക്ടറെ, അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യോഗ ചെയ്യുന്നുണ്ട്, ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പം ഞാനതിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ട് യോഗ ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെന്നും ചെയ്യണം കേട്ടോ, യോഗ നിർത്തരുത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം, എന്തോ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ. പിന്നെ ക്ലാസ്സിന് വരുന്ന എല്ലാവർക്കും പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ.